ഹലോ, എല്ലാവർക്കും മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു കൊങ്ങിണി സ്റ്റൈൽ പരിപ്പ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ തുവരപ്പരിപ്പാണ് സാധാരണ ഉപയോഗിക്കാറ്. ഞാനിവിടെ മസൂർ ദാളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനം വേണം. പിന്നെ കുറച്ച് ഐറ്റംസ് കൂടെ വേണം. അത് ആ സമയത്ത് ഞാൻ പറയാം. ഇനിയിപ്പം മസൂർ ദാൽ കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിനകത്ത് വേവിച്ചെടുക്കും. സാധാരണ പാത്രത്തിനകത്ത് വേവിച്ചാലും കുഴപ്പമില്ല. ഞാൻ പെട്ടെന്നാകണമല്ലോ എന്ന് വിചാരിച്ച് കുക്കറിനകത്ത് ഇട്ടെന്നേ ഉള്ളൂ. അത് ഇട്ട് എടുത്ത് വെച്ച പച്ചമുളകും ഇട്ട് കുരുമുളകും എടുത്തിട്ടു. ഇനി അത് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളവും കൂടെ ഒഴിക്കണം. 1 കപ്പ് വെള്ളം ധാരാളം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മസൂർ ദാളല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പം 1 കപ്പ് വെള്ളം, ഈ 1 കപ്പിനകത്ത് ഫുൾ വെള്ളം മതി, അത്രയും വെള്ളം മതി. ഇനിയിപ്പം അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇത്രയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് 2 വിസിൽ മതി. അത്രയും ആകുമ്പോഴത്തേക്കും മസൂർ ദാൽ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. ഇനിയിപ്പം ഇതൊരു കൊങ്ങിണി ഡിഷാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സിമ്പിളാണ്. കൊങ്ങിണിയിൽ ഇതിങ്ങനെ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. കമൻസും ഇടാൻ മറക്കരുത്. എന്നാലേ ഞാനിനി ഇടുന്ന വീഡിയോസിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുമെന്നൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പം ഇത് അടച്ച് വെച്ച് നമുക്ക് ആ 2 വിസിൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. എൻ്റെ ചാനൽ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കിട്ടത്തുള്ളൂ. അപ്പം ഇനിയിപ്പം ഞാൻ കുക്കറും 2 വിസിൽ കഴിഞ്ഞു. അതിൻ്റെ ആവിയൊക്കെ പോയി വെയിറ്റൊക്കെ എടുത്ത് മാറ്റി. ഇനിയിപ്പം നമുക്ക് നോക്കാം നന്നായിട്ട് ഈ കറക്റ്റ് വെന്തിട്ടുണ്ട്. നല്ല ഇതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എന്നിട്ട് അതിനകത്ത് ഒരു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ജീരകം ഉണ്ടല്ലോ, അതിടുക. അതിൻ്റെ കൂടെ വറ്റൽമുളകും കറിവേപ്പിലയും ഇത്രയും കൂട്ടം കടുക് വറുക്കുമ്പോൾ ഇടുക. ജീരകം 1/4 ടീസ്പൂൺ ജീരകം മതി. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് കായപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഇട്ടാലും മതി. ഇട്ടാൽ നല്ലതാണ്. പരിപ്പിൻ്റെ ആ ഗ്യാസൊന്നും കയറാതിരിക്കും. അപ്പം കായപ്പൊടി ഈ ഒരു സമയത്താണ് ഇടേണ്ടത്. എന്നാലേ ആ പരിപ്പിന് അതിൻ്റെ മണമൊക്കെ കിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് മതി കായപ്പൊടി. നല്ല മണമുള്ള കായപ്പൊടി ആയതുകൊണ്ടാണ്. അപ്പം അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഗ്യാസ് തീരെ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ പാത്രം കൂടെ കഴുകി അതിനകത്ത് ആവശ്യത്തിന് ഇപ്പം ഇച്ചിരി കട്ടിയിലായിരിക്കുന്നത്. ഇച്ചിരി കൂടെ വെള്ളം പോലെ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആ പാത്രത്തിനകത്ത് ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഇളക്കി അതും കൂടെ ചേർത്ത് ഈ സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കുന്നതായതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കുറവായിരിക്കും. നമ്മൾ 1/4 ടീസ്പൂണല്ലേ ഇട്ടുള്ളൂ. കുറച്ചുകൂടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ വേറൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുക. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.